2000 വർഷത്തിൻ്റെ ചരിത്രമുള്ള സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്ന ഒരു ചന്ത. അതാണ് ചോർസു ബസാർ. ചോർസു ബസാറിൻ്റെ പ്രധാന ആകർഷണമായ ഈ കാണുന്ന ടർക്കോയ്സ് നിറമുള്ള കൂടാരം 1980-ൽ സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇതൊരു ആർക്കിടെക്ചറൽ അത്ഭുതം തന്നെയാണ്. സിൽക്ക് റൂട്ട് പ്രബലമായിരുന്ന കാലത്ത് ഈ ചന്ത ഒരു വലിയ വിപണന കേന്ദ്രം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. ഇന്ന് താഷ്കണ്ടിൽ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചോർസു ബസാർ. ചോർസു മെട്രോ സ്റ്റേഷനിൽ നിന്നും നടക്കാനുള്ള ദൂരത്തിലാണ് ഈ ചന്ത. ചോർസു എന്നാൽ നാൽക്കവല എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം ഈ കൂറ്റൻ കൂടാരം തന്നെയാണ്. ഒരു ചിലന്തി വലയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട എഞ്ചിനീയറിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ നിർമ്മിതി. ഇത്രയും വലിപ്പമുണ്ടായിരുന്നിട്ടും ഇതിന് മധ്യത്തിൽ തൂണുകളൊന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾ ചെന്ന് കയറിയത് മാംസം വിൽക്കുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ കുതിരയിറച്ചി സുലഭമായി ലഭിക്കും. മറ്റൊരിടത്ത് മൃഗങ്ങളുടെ നെയ്യ് മാത്രം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഒരു ഉസ്ബെക്ക് യുവാവ് അതീവ ശ്രദ്ധയോടെ ഒരു വലിയ കഷ്ണം ഇറച്ചി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുറിക്കാനൊരുങ്ങുന്നു. ഞങ്ങൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ ബാൽക്കണി പോലെയുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മാർക്കറ്റിൻ്റെ വിസ്തൃതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അത്ര വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ബാൽക്കണി മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ്. ഉണക്കമുന്തിരിയും ബദാമും അണ്ടിപ്പരിപ്പും എന്ന് വേണ്ട സകലമാന പഴങ്ങളും ഉണക്കിക്കൊണ്ട് നിരത്തി വച്ചിരിക്കുന്നു. മനോഹരമായ കാഴ്ച. എത്ര കളർഫുള്ളായാണ് ഓരോന്നും കൂന കൂട്ടി വച്ചിരിക്കുന്നത്. സമയം ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ബസാറിലെ തിരക്ക് ഒഴിഞ്ഞു വരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത്. രാവിലെ മുതൽ താഷ്കണ്ട് പട്ടണമെമ്പാടും ചുറ്റിത്തിരിഞ്ഞ് ക്ഷീണിച്ച് അവശരായ അവർക്ക് എരിവും പുളിയും മസാലയും ഒന്നുമില്ലാത്ത ഭക്ഷണം ഇനി വേണ്ട. ചുരുക്കി പറഞ്ഞാൽ താഷ്കണ്ട് ഭക്ഷണം വേണ്ട. അപ്പോൾ ഇനി എന്താണൊരു വഴി? ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് ചൈനീസ് ഭക്ഷണം. കാരണം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ തപ്പിയാൽ കിട്ടും. എന്ന് മാത്രമല്ല, അവരുടെ ഭക്ഷണം കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടേതുമായി ഒരു സാമ്യവുമുണ്ട്. ചോർസു ബസാറിൻ്റെ സൗന്ദര്യം തൽക്കാലം ഇത്രയും ആസ്വദിച്ചാൽ മതിയെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് അവിടെ എത്തി. മനോഹരമായി ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ചൈനീസ് ഭാഷയും കൊഴുക്കട്ട ഭാഷയും വായിക്കാൻ വശമില്ലാത്തതുകൊണ്ട് മെനുവിലെ ചിത്രങ്ങൾ നോക്കി തലങ്ങും വിലങ്ങും ഓർഡർ ചെയ്തു. എന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷ വെറുതെ ആയില്ല. അതീവ രുചികരമായ ഭക്ഷണം. പക്ഷേ മഹിലിയോയുടെ മുഖത്ത് മാത്രം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പുലാവ് കഴിച്ചപ്പോഴുള്ള ഭാവമായിരുന്നു. ചൈനീസ് ഭക്ഷണത്തിൻ്റെ എരിവ് അവൾക്ക് അസഹനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിറകണ്ണുകളോടെയാണ് അവൾ ആ റെസ്റ്റോറൻറ്റിനോട് യാത്ര പറഞ്ഞത്. ഉസ്ബെക്കിലെ ഞങ്ങളുടെ 3-ാം ദിനം. ചരിത്ര നഗരമായ സമർക്കണ്ടിലേക്കുള്ള യാത്ര. ട്രെയിൻ മാർഗമാണ് ഞങ്ങൾ താഷ്കണ്ടിൽ നിന്നും സമർക്കണ്ടിലേക്ക് പോകുന്നത്. താഷ്കണ്ടിലെ പ്രൗഢഗംഭീരമായ റെയിൽവേ സ്റ്റേഷൻ. നല്ല വൃത്തിയും വെടിപ്പുമൊക്കെയുള്ള ഒരു സ്റ്റേഷൻ. ടിക്കറ്റൊക്കെ ഓൺലൈനായി ഇന്നലെ രാത്രി തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ അതാ കിടക്കുന്നു തലയെടുപ്പോടെ ഒരു ഗംഭീര ട്രെയിൻ. ഇവനാണ് അഫ്രോസിയോബ്. ഇതൊരു ഹൈസ്പീഡ് ട്രെയിനാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടുത്തെ സ്ഥലങ്ങളുടെ കടുകട്ടി പേരുകൾ ഉച്ചരിച്ച് തഴക്കവും പഴക്കവും വന്ന എനിക്ക് MA വരെ പഠിക്കാതെയും നാക്ക് വടിക്കാതെയുമൊക്കെ ഈ അഫ്രോസിയാബ് എന്ന പേരൊക്കെ അനായാസം പറയാൻ കഴിയുന്നു. ടിക്കറ്റും മറ്റ് രേഖകളും പുറത്തുനിന്ന് പരിശോധിച്ച ശേഷമാണ് ട്രെയിനിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഗംഭീരമായ ഒരു ട്രെയിൻ. യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചോടുന്ന റെയിൽ ജെറ്റ് പോലെയുള്ള ബുള്ളറ്റ് ട്രെയിനുകളുമായി കിടപിടിക്കുന്ന സൗകര്യങ്ങൾ. ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന വിധം എനിക്കിഷ്ടമായി. കാരണം എല്ലാ സീറ്റുകളും ഒരു സൈഡിലേക്കല്ല, ബോഗിയുടെ പകുതി വരെ ഒരു വശത്തേക്കും ബാക്കി ഭാഗം അതിന് അഭിമുഖവുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മേശയുടെ ഇരുവശങ്ങളിലായുള്ള സീറ്റുകളിൽ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. സമർക്കണ്ടിലേക്കുള്ള യാത്രാമധ്യേ ഗുലിസ്ഥാൻ, ജിസാഖ് എന്നീ 2 സ്റ്റേഷനുകളിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുകയുള്ളൂ. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏറ്റവും വേഗതയേറിയ വന്ദേ ഭാരതിൻ്റെ പരമാവധി വേഗം 180 km/h ആണെങ്കിൽ സമർക്കണ്ടിലേക്കുള്ള ഈ അഫ്രോസിയാബിൻ്റെ വേഗം മണിക്കൂറിൽ പരമാവധി 250 km ആണ്. സമർക്കണ്ടിലേക്കുള്ള 310 km ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ട് ഇവൻ ഓടിയെത്തും. പരസ്യങ്ങളും അറിയിപ്പുകളുമൊക്കെയായി ഒരു ചെറിയ TV. അതിനടുത്തായി മറ്റൊരു ഡിസ്പ്ലേയിൽ ട്രെയിനിൻ്റെ വേഗതയും അകത്തെയും പുറത്തെയും താപനിലയുമൊക്കെ എഴുതി കാണിക്കുന്നു.
കുറച്ച് സമയം നഗരത്തിലൂടെ ഓടിയ ട്രെയിൻ ഇപ്പോൾ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. ഉസ്ബെക്കിലെ 25% ആൾക്കാർ കർഷകരാണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന കോട്ടനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉൽപ്പന്നം. കോട്ടൺ ഉൽപ്പാദനത്തിൽ ലോകത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബെക്ക്. കോട്ടൺ കൂടാതെ ഗോതമ്പ്, അരി, കോൺ എന്നിവയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും ഒരു പെൺകുട്ടി സ്നാക്സും ചായയുമൊക്കെ കൊണ്ടുവന്നു. ഇതിനോടകം ഞാൻ എൻ്റെ മൊബൈലിൽ സമർഖണ്ഡിലെ പല കാഴ്ചകളും പരതി നോക്കി. പെട്ടെന്ന് എനിക്ക് വിചിത്രമായൊരു ആഗ്രഹം തോന്നി. സമർഖണ്ഡിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നുള്ള മഹിലിയോയുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചാൽ അതൊരു വ്യത്യസ്തമായ അനുഭവമാവില്ലേ? തെല്ല് മടിയോടെ ഞാനത് മഹിലിയോട് ആവശ്യപ്പെട്ടു. വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ടാവാം അവളുടെ മുഖം വിളറി. മനസ്സില്ലാ മനസ്സോടെ ഫോണെടുത്ത് അവൾ അച്ഛനെ വിളിച്ചു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം ഫോൺ വെച്ചു. ട്രെയിൻ അതിവേഗം പായുകയാണ്. ഈ അഫ്രോസിയാബ് സമർഖണ്ഡിലേക്കും ബുഖാറയിലേക്കുമാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. ഏകദേശം $40 സമർഖണ്ഡിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ബുഖാറയിലേക്കാകട്ടെ $55. ഞാൻ ട്രെയിനിലെ മറ്റ് സൗകര്യങ്ങളും ടോയ്ലറ്റുമൊക്കെ ഒന്ന് നോക്കിക്കാണാൻ തീരുമാനിച്ചു. നല്ല വൃത്തിയും വെടിപ്പും സൗകര്യങ്ങളുമുള്ള നൂതനമായൊരു ടോയ്ലറ്റ്. വാതിലുകളൊക്കെ പുഷ് ബട്ടനാണ്. നമ്മുടെ നാട്ടിലോടുന്ന ഏറ്റവും മുന്തിയ ട്രെയിനുകളിൽ പോലും ടോയ്ലറ്റിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് ഞാൻ ഓർത്തു. എന്തിന് 2 ബോഗികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഭാഗം മാത്രം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ വ്യത്യാസമറിയാം. കുറച്ച് സമയം ട്രെയിനിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം ഞാൻ സീറ്റിലേക്ക് മടങ്ങി. ചെറിയൊരു മയക്കം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ സമർഖണ്ഡ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിരുന്നു. ഞങ്ങൾ കെട്ടും ഭാണ്ഡവും ഒക്കെ എടുത്ത് പുറത്തിറങ്ങി. ഈ കാണുന്ന പെട്ടികളിൽ ഒരെണ്ണം ഞങ്ങളുടേതും ബാക്കി 7 മഹിലിയുടേതുമാണ്. അവൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. മനോഹരമായൊരു സ്റ്റേഷനാണ് സമർഖണ്ഡും. നല്ല തണുപ്പായതിനാൽ ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. സ്റ്റേഷനും പരിസരവുമൊക്കെ ചുറ്റി നടന്ന് ഞാൻ വേഗമൊന്ന് ചിത്രീകരിച്ചു. മനോഹരമായ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ പ്രധാന പാത ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങകലെ ആ പാർക്കിങ്ങിൽ മഹിലിയോയുടെ അച്ഛൻ ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ട്.